നമസ്കാരം. വൈറ്റിലെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ഫ്ളാറ്റിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലാണ് വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് കുറവായതിനാലാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടിയത്. വേടനൊപ്പം കേസിൽ അറസ്റ്റ് ചെയ്ത മ്യൂസിക് ബാൻഡിലെ അംഗങ്ങളായ 8 പേരെയും ജാമ്യത്തിൽ വിട്ടു. എന്നാൽ പുലിപ്പല്ല് കൈവശം വെച്ച സംഭവത്തിലാണ് റാപ്പർ വേടനെ വനംവകുപ്പിന് കൈമാറിയത്. വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ കോടനാട്ടെ ഓഫീസിൽ വേടനെ പാർപ്പിക്കും. ഇതിനായി വേടനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടനാട്ടേക്ക് കൊണ്ടുപോയി. തന്നെ ആരും കുടുക്കിയതല്ലെന്നും കേസുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നും വേടൻ പ്രതികരിച്ചു. മാലയിൽ നിന്ന് പുലിയുടെ പല്ല് കണ്ടെത്തിയ സംഭവത്തിൽ വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. വേടൻ ധരിച്ചിരുന്നത് 5 വയസ്സ് പ്രായമുള്ള പുലിയുടെ പല്ലാണെന്നാണ് വനംവകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പുലിപ്പല്ല് തന്നെയാണോ എന്ന് വിശദമായ പരിശോധനയിലും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ആരാധകനാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നാണ് വേടന്റെ മൊഴി. നേരത്തെ തായ്ലൻഡിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്ന് വേടൻ മൊഴി നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് പുലിപ്പല്ല് ലഭിച്ചതെന്ന മൊഴിക്ക് പിന്നാലെ കേസിൽ തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് വനംവകുപ്പ്. വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയ കേസിലും തൽക്കാലം കേസെടുക്കില്ല. എന്നാൽ ജാമ്യം ലഭിക്കുന്നതും അല്ലാത്തതുമായ വകുപ്പുകൾ വേടനെതിരെ ചുമത്തിയതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുക്കണോ എന്ന കാര്യത്തിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ട്. തൽക്കാലം വേടനെ വനംവകുപ്പിന് കൈമാറാനുള്ള തീരുമാനം ഇതിന് പിന്നാലെയായിരുന്നു. വേടന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആയുധങ്ങളുടെ വിശദാംശങ്ങളടക്കം ചേർത്ത് ഇന്ന് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകും. ആയുധങ്ങളിൽ കണ്ടെത്തിയ ഒന്ന് കാർബൺ സ്റ്റീൽ ആക്സ് ആണ്. തടിവെട്ടാനും ഗാർഡനിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന കാർബൺ സ്റ്റീൽ ആക്സ് വേടൻ സൂക്ഷിച്ചിരുന്നത് എന്തിനെന്ന് വ്യക്തമല്ല. അതേസമയം ആൾട്ട് പ്ലസ് എന്ന ടാലന്റ് മാനേജ്മെന്റ് ഏജൻസി എടുത്തു നൽകിയ ഫ്ളാറ്റിലാണ് വേടൻ കഴിഞ്ഞിരുന്നതെന്ന് വ്യക്തമായി. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഗീത രംഗത്തെ പ്രബല കമ്പനിയാണ് ആൾട്ട് പ്ലസ്. വേടന്റെ സംഗീത പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ഈ കമ്പനിയാണ്. വേടനെ കൂടാതെ സംഗീത രംഗത്തെ മറ്റു പ്രതിഭകൾക്കും ഈ ഏജൻസി പരിശീലന സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അതേസമയം ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ തീവ്ര ഇടത് ദളിത് ബുദ്ധിജീവികൾ ഒന്നടങ്കം വേടനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഒരു കഞ്ചാവ് കേസിലേക്ക് ദളിത് രാഷ്ട്രീയവും സ്വത്ത് രാഷ്ട്രീയവും ഒക്കെ കലർത്തുകയാണിവർ. സാംസ്കാരിക ശുദ്ധവാദികൾ പോയി തൂങ്ങിച്ചാവട്ടെ, വേടനും ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഒപ്പമെന്നാണ് എഴുത്തുകാരനും ദളിത് ചിന്തകനുമായ കെ ബാബുരാജ് പോസ്റ്റ് ഇട്ടത്. ഇത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തു. ഇതിനെ പരിഹസിച്ച് ഷൈൻ ടോൺ ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും താങ്കൾ പിന്തുണ നൽകാത്തത് മോശമായി പോയെന്നും പലരും കമന്റ് ചെയ്യുന്നുണ്ട്. എഴുത്തുകാരിയും ദളിത് ആക്ടിവിസ്റ്റുമായ മൃദുല ദേവി വേടന്റെ ചൈൽഡ്ഹുഡ് ട്രോമകളെക്കുറിച്ച് പറയുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്ന് തെളിഞ്ഞാൽ വേടനെ ചികിത്സിക്കുകയാണ് വേണ്ടതെന്നും അവർ പറയുന്നു. അതുപോലെ ദളിത് ആയതുകൊണ്ടാണ് വേടനെ വേട്ടയാടുന്നുവെന്ന നറേറ്റീവുകൾ പലരും ഇറക്കിയിട്ടുണ്ട്. നേരത്തെ വിനായകന് കിട്ടിയ ജാതി സംരക്ഷണം ഇവിടെയുമുണ്ട്. പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിലും ഏഷ്യാനെറ്റിനെ പരിഹസിച്ചും വേടനെ പിന്തുണച്ചും പോസ്റ്റുകളുണ്ട്. റാപ്പർ വേടനെ അനുകൂലിച്ച് ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആദ്യ സംവിധായിക ലീല സന്തോഷം രംഗത്ത് വന്നിരുന്നു. വേടന് ഈ പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്നും വാക്കുകൾ കൊണ്ട് കേരളത്തെ കത്തിച്ച വേടനൊപ്പമാണെന്നും യുവജനത്തിന് ഒരു തീ ആയിരുന്നു വേടനെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. നിഴലുകൾ നഷ്ടപ്പെട്ട ഗോത്രഭൂമി എന്ന ലീലയുടെ ഡോക്യുമെന്ററി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നാലെ പൈക്കിഞ്ചന ചിരി എന്ന പേരിൽ ഒരു ചെറുചിത്രവും ലീല സന്തോഷ് സംവിധാനം ചെയ്തിരുന്നു. വിനായകനെ നായകനാക്കി കരിന്തണ്ടൻ എന്ന ചിത്രം ലീല പ്രഖ്യാപിച്ചിരുന്നു.